പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ നടുവിലും ദൈവാത്മാവ് അവിടെ ഇടപെട്ട് അത്ഭുതങ്ങളെ വെളിപ്പെടുത്തട്ടെ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചന ചിന്ത എന്ന് പറയുന്നത്, മേലധികാരിയാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മേലധികാരി ആക്കുന്ന സർവശക്തനായ ദൈവം ഒന്നും ഇല്ലാത്ത സ്ഥാനത്ത് ശൂന്യമായി പോയ മേഖലകളിൽ ചില അധികാരത്തിൻ്റെ പദവിയിലേക്ക് ദൈവം നമ്മെ മാറ്റുന്ന ചില അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41 അധ്യായം 42 വാക്യം ഇങ്ങനെ പറയുന്നു: ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേപ്പിന്റെ കൈക്കിട്ടു, അവനെ നേർമ്മയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു, തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീമിൻ ദേശത്തിനൊക്കെയും മേൽ അധികാരിയാക്കി. അവിടെ കാണാൻ കഴിയുന്നത് ചില അധികാരത്തെ അവന്റെ കൈകളിൽ കൈമാറ്റം ചെയ്ത് മിസ്രൈം ദേശത്തിനൊക്കെയും അധികാരിയാക്കി മാറ്റുന്ന അനുഭവത്തെക്കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. ഫറവോന്റെ കയ്യിൽ കിടന്ന മുദ്രാമോതിരം ഊരി യോസേപ്പിന്റെ കയ്യിൽ ഇടുവിച്ചു, മേച്ചരമായ വസ്ത്രം കൊണ്ടുവന്ന് യോസേപ്പിനെ അണിയിച്ചു, ഫറവോന്റെ രഥത്തിൽ കയറ്റി ദേശമെമ്പാടും കൊണ്ടു നടന്ന് ജനത്തെ തന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചു. മിസ്രൈമിലെ ചില അധികാരത്തെ ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി ദൈവം മാനിച്ചു. അവിടെ ദൂത് വിളിച്ചു പറയാം, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ താഴ്ത്തപ്പെട്ടോ, എവിടെ പരാജയപ്പെട്ടോ, ദർശനമുള്ള ഒരു ദൈവ പൈതലിനെ പരാജയപ്പെടുത്താൻ ദൈവം അനുവദിക്കത്തില്ല. യോസേപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, തന്റെ ജീവിതത്തിൽ അമ്പെ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർശനമുള്ളവനായതുകൊണ്ടാണ്. തന്റെ ജീവിതത്തിൽ വേറെ തെറ്റുകളോ കുറ്റങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും താൻ ആർക്കും ചെയ്യുന്നില്ല. ആകെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് തനിക്ക് ദർശനമുള്ളവനായതുകൊണ്ട്, ദർശനമുണ്ടായതിന്റെ കാരണത്താല് തന്റെ സഹോദരങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തുന്ന ഈ അനുഭവമാണ്. ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, നിന്റെ ഭവനത്തിലുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തുന്നു എങ്കിൽ, നിന്നെ പൊട്ടക്കിണറ്റിൽ എറിയുന്നു എങ്കിൽ, നിന്നെ മിഥ്യാനിയ കച്ചവടക്കാർക്ക് വിൽക്കുന്നു എങ്കിൽ, അതിന്റെ അർത്ഥം നിന്റെ സഹോദരങ്ങൾ നിന്നെ ഭവനത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി പുറന്തള്ളിക്കളഞ്ഞ, ഒരിക്കലും രക്ഷപ്പെടാത്ത നിലവാരത്തിൽ ആമേ ചവിട്ടി താഴ്ത്തിക്കളഞ്ഞ് ഇനി ഒരിക്കലും മുഖം കാണണ്ട എന്ന് കരുതി ആമേൻ നാടി കടത്തി വിടുമ്പോൾ, മറ്റുള്ളവർക്ക് നിന്നെ ബിസിനസ് ചെയ്ത വിറ്റ് നിന്റെ പേരിൽ മറ്റുള്ളവർ പണം സമ്പാദിക്കുമ്പോൾ, നിന്റെ പേരെടുത്ത് അവൻ മറ്റുള്ളവർ സമ്പാദ്യങ്ങൾ സ്വരൂപിക്കുമ്പോൾ, ഒരുപക്ഷെ നീ അമ്പെ പരാജയപ്പെട്ടു പോയി അവിടെ നിന്നെല്ലാം കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോ, ദൈവാത്മാവ് വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലും ദൈവാത്മാവ് വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. ദർശനമുള്ള ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല.
ദർശനമുള്ളവനെ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയേക്കാം, അവനെ പൊട്ടക്കിണറ്റിലിട്ടേക്കാം, അവനെ മിദ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റേക്കാം, അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അപവാദ കേസിൽ കുടുക്കിയേക്കാം. യോസഫ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ പ്രതികൂലങ്ങളൊക്കെയും തരണം ചെയ്ത് മുന്നോട്ട് കടന്നു വരുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപവാദ കേസ് തന്റെ മുന്നിലുണ്ട് എന്ന് യോസഫിന്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചവനല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒന്ന് മാറി പ്രതികൂലങ്ങൾ വന്ന് നമ്മെ വിറ്റ് പലരും കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ അപവാദ കേസിൽ, നാം അറിയാത്ത അപവാദ കേസിൽ നമ്മെ കുടുക്കി കാരാഗ്രഹത്തിനകത്ത് ഒതുക്കുമ്പോ, നീ പോലും അറിയാത്ത ചില വിഷയങ്ങളിൽ നിന്നെ കുടുക്കി, നീ ചെയ്യാത്ത ചില വിഷയങ്ങൾ നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച്, നീ ചിന്തിക്കാത്ത ചില വിഷയങ്ങളെ നിന്റെ മേളിൽ ആമ എടുത്തുവെച്ച് കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ നിന്നെ ഒതുക്കി കളയുമ്പോ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, അവിടെയും നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ കാരാഗ്രഹത്തെ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ചില മേഖലകളിൽ അധികാരത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കിടക്കുമ്പോൾ യോസഫിന്റെ ദർശനത്തിന് മങ്ങൽ സംഭവിച്ചിട്ടില്ല. കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കിടക്കുമ്പോഴും യോസഫിന്റെ പ്രാർത്ഥനയ്ക്ക് മങ്ങൽ സംഭവിച്ചിട്ടില്ല. ഇന്ന് രാത്രികാലത്ത് ഊത് വിളിച്ചു പറയാനുള്ളത്, ഏത് കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലാണെങ്കിലും, ഏത് ശൂന്യതയുടെ മേഖലയിലാണെങ്കിലും, ഏത് പരാജയത്തിന്റെ മേഖലയിലാണെങ്കിലും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മങ്ങലേൽക്കാതെ, നിന്റെ ദർശനത്തിന് മങ്ങലേൽക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നീ പോലും പ്രതീക്ഷിക്കാത്ത ചില അധികാരത്തെ നിന്റെ മേൽ ദൈവാത്മാവിന് പകരുവാനിടയായി തീരും. രാജാവിന്റെ കയ്യിൽ കിടന്ന മുദ്രാമോതിരത്തെ ഊരി യോസഫിന്റെ കയ്യിലിട്ട് കൊടുത്തു. മേത്തരമായ അങ്കി കൊണ്ടുവന്നവനെ ഉടുപ്പിച്ചു. തന്റെ രഥത്തിൽ അവനെ കയറ്റി. അതിന്റെ അർത്ഥം പറയാം, കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലും ദൈവത്തോട് നിലവിളിക്കാൻ, പ്രതികൂലത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത ചില അധികാരത്തെ ദൈവം നിന്റെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുവാനിടയായിത്തീരും. മാത്രമല്ല, രാജ്യത്തിലെ രണ്ടാമനാക്കി വാഴിച്ച ഒരു ദൈവത്തിന്റെ ആത്മാവ്. ചില അധികാരങ്ങൾ നഷ്ടപ്പെട്ട്, ചെയ്തുകൊണ്ടിരുന്ന ജോലിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട്, ഉണ്ടായിരുന്ന പദവികൾ നഷ്ടപ്പെട്ട്, അമ്പേദി കാരാഗ്രഹത്തിന്റെ അനുഭവത്തോടു കൂടി ആയിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാം, ആ പ്രതികൂലത്തിന്റെ നടുവിലും, നഷ്ടപ്പെട്ട അധികാരത്തിന്റെ നടുവിലും, നഷ്ടപ്പെട്ട നന്മയുടെ നടുവിലും, നഷ്ടപ്പെട്ട ഭവനത്തിന്റെ നടുവിലും, ഒറ്റപ്പെടുത്തിയ സഹോദരങ്ങളുടെ നടുവിലും, പൊട്ടക്കിണറ്റിൽ ഇട്ട സഹോദരങ്ങളുടെ നടുവിലും, മിദ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റ സഹോദരങ്ങളുടെ നടുവിലും നിന്റെ മനസ്സിനെ പതറിച്ചു കളയാതെ, കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലും ദർശനത്തിനും മങ്ങലേൽപ്പാൻ അനുവദിക്കാതെ ആ സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ നഷ്ടപ്പെട്ട അധികാരത്തെ ദൈവം മടക്കി തരുവാനിടയായിത്തീരും. നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ, പുറന്തള്ളിയവരുടെ മുന്നിൽ ചില അധികാരത്തെ നൽകി തന്ന് സർവശക്തനായ ദൈവം മാനിക്കുവാനിടയായിത്തീരും. നീ പോലും പ്രതീക്ഷിക്കാത്ത ചില അധികാരത്തെ നൽകി തന്നോട് വായിക്കുന്നത് പോലെ മിസ്രൈം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി ചില അധികാരത്തിന്റെ മേഖലകളിൽ നിന്നെ കടത്തിവിട്ട, നിന്നിൽ കൂടി ചില അധികാരത്തിന്റെ പവർ ദൈവം അവിടുന്ന് വെളിപ്പെടുത്തി. ഒറ്റപ്പെടുത്തിയവരും കുറ്റപ്പെടുത്തിയവരും നിന്ദിച്ചവരും നിന്റെ കാൽക്കീഴിൽ മുഴങ്കാലികളെ മടക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയ്ക്ക് മങ്ങലേൽക്കാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.